നമ്മൾ ഇന്ന് വചനത്തിൽ നിന്ന് കേൾക്കുന്നത് യേശുവിൻ്റെ സാക്ഷിയാകുവാൻ. ഇതാണ് നമ്മളുടെ ടോപ്പിക്. ഒന്ന് പറയാമോ? യേശുവിൻ്റെ സാക്ഷിയാകുവാൻ. സാക്ഷിയാകുവാൻ. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം സഭയുടെ ദർശനം 3 സുവിശേഷങ്ങളിൽ നിന്നെടുത്തത് നമ്മൾ പലതവണ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുക. അതിൽ ആദ്യത്തെ കാര്യം തന്നെയാണ് ഇന്നത്തെ ടോപ്പിക്കിൻ്റെ സബ്ജക്റ്റ്. അതായത് സഭയുടെ ദർശനം 3 കാര്യങ്ങളിൽ പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ലോകത്തെമ്പാടും പോയി സുവിശേഷം അറിയിക്കുകയും സകല ജനതകളെയും ശിഷ്യരാക്കുകയും ചെയ്യുക. ഇതാണ് ദർശനം. ആദ്യം തന്നെ വരുന്നത് യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളായി. സാക്ഷികളായി. അടുത്തത് സുവിശേഷം അറിയിക്കുന്നു. അതിനടുത്തത് അനേകരെ ശിഷ്യരാക്കുന്നു. ഇത് 3 സുവിശേഷത്തിൽ നിന്ന് കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ഒരു ദർശനമാണ്. സ്തോത്രം. അപ്പോൾ എങ്ങനെയാണ് കർത്താവിൻ്റെ ഒരു നല്ല സാക്ഷിയാകുന്നത്? എങ്ങനെയാണ് ഒരുവൻ നമ്മളെ കാണുമ്പോൾ ഇവനിൽ ക്രിസ്തുവിൻ്റെ സ്നേഹമുണ്ട് എന്ന് പറയുന്നത്? എങ്ങനെയാണ് ഒരുവന്റെ പെരുമാറ്റം, സ്വഭാവമെല്ലാം കാണുമ്പോൾ ക്രിസ്തു പറഞ്ഞതുപോലെ, ക്രിസ്തു സ്നേഹിച്ചതുപോലെ, ക്രിസ്തുവിനെ പോലെ അവനായിരിക്കുന്നു എന്ന് പറയുന്നത്? നമ്മളെല്ലാവരും ഒരുവനെ കുറിച്ചല്ല, നമ്മളെക്കുറിച്ചല്ല. എല്ലാവരും ഇരുന്നിട്ട് ഒരുവൻ ആരാണ് അങ്ങനെയെന്നല്ല, നമ്മൾ അങ്ങനെയാണോ? എന്നെ കാണുന്നവർ യേശുവിനെ കണ്ടതുപോലെ ആണോ കാണുന്നത്? ഞാൻ യേശുവിൻ്റെ ഒരു സാക്ഷിയാണോ? എന്നെ കാണുന്നവൻ യേശു ജീവിച്ചിരിക്കുന്നു എന്നതിന് ഈ മകൻ ഒരു സാക്ഷിയാണ് എന്ന് പറയുമോ? അതോ അങ്ങനെയല്ല, അത് നമ്മളെ കാണുന്നവർക്ക് യേശുവിൻ്റെ ഒരു സ്വഭാവവും കാണാൻ പറ്റുന്നില്ല, അങ്ങനെയാണോ? ഇതാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ഇതിൽ ആദ്യമേ അറിയേണ്ടത്, യേശുവിൻ്റെ സാക്ഷിയാകുവാൻ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണം. ഇതിൻ്റെ തുടക്കം പറയുക. എങ്ങനെയാണ് നമ്മളിതൊക്കെ കേട്ടു? യേശുവിൻ്റെ സാക്ഷിയാണ്, യേശുവിനെ പോലെ ആകണം. എങ്ങനെ യേശുവിൻ്റെ സാക്ഷിയാകും? ഇതാണ് നമ്മൾ ഇന്ന് വചനത്തിൽ നിന്ന് കേൾക്കുന്നത്. ആദ്യമേ തിരിച്ചറിയുക. ഇന്ന് ആര് ആ വചനം പറഞ്ഞു? മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന് അല്ലേ? മോൻ പറഞ്ഞു, ആദ്യം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം. ഇതാണ് ഇവിടെ ഇതിൻ്റെ തുടക്കം. യേശുവിൻ്റെ സാക്ഷിയാകുവാൻ തുടക്കം. ആ വചനം ഒന്ന് വായിക്കാം. മർക്കോസ് 12:30. മത്തായിലും ലൂക്കയിലും ഒക്കെ ഉണ്ട്. മർക്കോസിൽ നിന്ന് നമ്മൾ വായിക്കുന്നു, അത്രയേ ഉള്ളൂ. വേഗത്തിൽ വായിക്കാം. മർക്കോസ് 12:30. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്ന് ആകുന്നു. പ്രൈസ് ഗോഡ്. ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന യേശു പഠിപ്പിക്കുക. ഇതിലും വലിയ കൽപ്പന ഇല്ല. ഒന്ന് ഒരുമിച്ച് പറയാമോ? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ദൈവത്തിനങ്ങ് പ്രാധാന്യം കൊടുക്കണം. എല്ലാറ്റിലെയും ഉപരി ദൈവത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ദൈവം പറയുന്നത് അനുസരിക്കുന്നതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ. ദൈവത്തിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇങ്ങനെ ആടിയല്ല, പൂർണ്ണ ശക്തിയോടെ. ആമേൻ പറയുമെങ്കിൽ ആമേൻ, ഹല്ലേലൂയ. പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ഹൃദയത്തോടെ. കർത്താവ് എപ്പോഴും, കർത്താവിന് ഈ ഹാഫ് കുക്ക്ഡ് സാധനങ്ങൾ ഇഷ്ടമല്ല എന്ന് എനിക്ക് തോന്നുന്നത്. ചിലവർ പറയും എനിക്ക് ഈ ഹാഫ് കുക്ക്ഡ് ബോയിൽഡ് പറ്റില്ല, മര്യാദയ്ക്കൊക്കെ ഒന്ന്. അപ്പൊ പൂർണ്ണതയിൽ ചെയ്യുന്നതേ കർത്താവിന് ഇഷ്ടമുള്ളൂ. വേണമോ വേണ്ടേ, ഇനി പാസ്റ്റർ വിചാരിക്കും, അപ്പുറത്തെ ആള് വിചാരിക്കും, ഇതൊന്നും അല്ല. ഉള്ളത്തിൽ നിന്ന് ഹൃദയം തുറന്ന്, മനുഷ്യരെ നോക്കാതെ, അവരുടെ പ്രീതി നോക്കാതെ, അവരെന്ത് വിചാരിക്കുമെന്ന് നോക്കാതെ, എന്റെ ദൈവത്തിന് മഹത്വം, എന്റെ രക്ഷകന് സ്തോത്രം, പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം, കൂട്ടായ്മയ്ക്ക് പ്രാധാന്യം, പ്രാർത്ഥനയ്ക്ക് വരുവാനുള്ള ഒരുക്കം, എന്തിനേക്കാൾ അധികം കർത്താവിന് വില കൊടുക്കുന്നത്, സ്നേഹിക്കുന്നത്. ഇതാണ് സാക്ഷിയാകുന്നതിന്റെ ആരംഭം. ഹല്ലേലൂയ. ആരംഭം തന്നെ കർത്താവിന് കൊടുക്കുന്ന പ്രാധാന്യത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇത് ഏറ്റവും വലിയ കൽപ്പന എന്ന് യേശു പറഞ്ഞത്. ഏറ്റവും വലിയ കൽപ്പന എന്ന് പറഞ്ഞത്. പ്രൈസ് ഗോഡ്. സ്തോത്രം.
ഇതെങ്ങനെ നമ്മൾ ഇതുപോലെ ദൈവത്തെ സ്നേഹിക്കും? എങ്ങനെ നമ്മൾ പൂർണ്ണതയിൽ കർത്താവിനെ സ്നേഹിക്കും? അപ്പോൾ ആദ്യം നമ്മൾ ഒന്ന് കണ്ടു, കർത്താവിനെ പൂർണ്ണതയോടെ സ്നേഹിക്കണം. ഈ പൂർണ്ണത വരുന്നത് എങ്ങനെയാണെന്ന് വചനത്തിൽ നിന്ന് നമുക്ക് കാണാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. പിതാവ് എന്നെ സ്നേഹിക്കുന്നതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. നോക്ക്, 9-ാം വചനം 15-ന്റെ യോഹന്നാൻ, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പോൾ യേശു നമ്മളെ സ്നേഹിക്കുന്നു. പിതാവ് യേശുവിനെ സ്നേഹിച്ചതുപോലെ യേശു നമ്മളെ സ്നേഹിക്കുന്നു. ഒന്ന് പറഞ്ഞേ വേഗം. യേശു നമ്മളെ സ്നേഹിക്കുന്നു, അതിലൊരു മാറ്റമില്ല. പിതാവ് യേശുവിനെ സ്നേഹിച്ചതുപോലെ യേശു നമ്മളെ സ്നേഹിക്കുന്നു. എന്നിട്ട് പറയുന്ന ഒരു വചനം, അതേ വചനം തീർന്നിട്ടില്ല. എന്റെ സ്നേഹത്തിൽ വസിക്കുവിൻ. ഒന്ന് പറഞ്ഞേ, എന്റെ സ്നേഹത്തിൽ വസിക്കുവിൻ. യേശു നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, എന്നാൽ നമുക്ക് ആ സ്നേഹത്തിൽ വസിക്കാതെ വേണമെങ്കിൽ മാറിപ്പോകാം. വ്യത്യാസം മനസ്സിലാക്കണം. യേശു പറയുകയാ, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അവിടെ തന്നെ തീർന്നിട്ടില്ല. നിങ്ങൾ ആ സ്നേഹത്തിൽ, എന്റെ സ്നേഹത്തിൽ വസിക്കണം. ഇംഗ്ലീഷിലാണെങ്കിൽ അബൈഡ്, അബൈഡ്, വസിക്കുക. എന്റെ സ്നേഹത്തിൽ വസിക്കണം. എന്റെ സ്നേഹം രുചിക്കണം. എന്നോട് ചേർന്ന് ഇരിക്കണം. നോക്ക്, ഒരു അപ്പൻ മക്കളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക, എന്നാൽ ഈ മകന് വേണമെങ്കിൽ ആ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോകാം. മകനെ അപ്പൻ സ്നേഹത്തോടെ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുക, എന്നാൽ മകന് വേണമെങ്കിൽ ആ സ്നേഹത്തിൽ വസിക്കാം, അനുസരിക്കാം, ആ സ്നേഹത്തിന്റെ സംരക്ഷണത്തിൽ നിൽക്കാം. വേണമെങ്കിൽ അവന് അപ്പൻ അങ്ങനെയൊക്കെ പറയും. ഇതിപ്പോ എന്നും കേൾക്കുന്നത് തന്നെയല്ലേ, കാലത്ത് എഴുന്നേറ്റാ തുടങ്ങും എന്നും പറഞ്ഞ് ധിക്കരിച്ച് വേണമെങ്കിൽ ഈ സ്നേഹത്തിൽ നിന്ന് മകന് മാറിപ്പോകാം. യേശു പറയുകയാ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എന്നാൽ നിങ്ങൾ ആ സ്നേഹത്തിൽ വസിക്കുവിൻ. ഒരു തള്ളക്കോഴി കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു, ആ ചിറകിൻ കീഴിൽ വസിക്കുവിൻ, ആ സംരക്ഷണത്തിൽ വസിക്കുവിൻ, പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വസിക്കുവിൻ, സഭയോട് ചേർന്ന് വസിക്കുവിൻ, ദൈവ മക്കളോട് ചേർന്ന് പ്രാർത്ഥനയിൽ വസിക്കുവിൻ, പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുവിൻ, അവന്റെ വചനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുവിൻ, അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവനിൽ വസിക്കുവിൻ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നോക്ക്, എന്റെ സ്നേഹത്തിൽ വസിക്കുവിൻ. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി, സാക്ഷിയാകണമെങ്കിൽ കർത്താവിനെ സ്നേഹിക്കണം. ആ സ്നേഹം എന്ന് പറഞ്ഞാൽ യേശു നമ്മളെ സ്നേഹിക്കുന്നു, എന്നാൽ ആ സ്നേഹത്തിൽ നമ്മൾ വസിക്കണം. ഒന്ന് കൈ കൊടുത്ത് പറയാമോ? യേശുവിന്റെ സ്നേഹത്തിൽ വസിക്കണം, 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 വസിക്കണം. യെസ്. അടുത്ത വചനം, ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ അനുസരിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെയാ ഈ സ്നേഹത്തിൽ വസിക്കുന്നത്? എങ്ങനെയാ ഈ സ്നേഹത്തിൽ വസിക്കുന്നത്? എങ്ങനെ വസിക്കാൻ പറ്റുന്നേ? നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ, ആ വചനം തന്നെ വായിക്കാം. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. ആ സ്നേഹത്തിൽ വസിക്കണമെങ്കിൽ ഇത്രയേ ഉള്ളൂ, കൽപ്പനകൾ അനുസരിക്കണം. കൽപ്പനകൾ അനുസരിച്ചാലേ നമ്മൾ ആ സ്നേഹത്തിൽ വസിക്കുകയുള്ളൂ. യേശു നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഈ കൽപ്പന, എന്നിട്ട് കർത്താവ് ഒരു കൽപ്പനകളെ തന്നിരിക്കുക, നിറയെ തന്നിരിക്കുക ബൈബിളിൽ. ഇതുപോലെ ചെയ്യണം, ഇതുപോലെ ചെയ്യരുത്, ഇതുപോലെ ചെയ്യണം, ഒരു വ്യക്തമായ കൽപ്പനകൾ തന്നിരിക്കുക. ഈ കൽപ്പനകൾ നമ്മൾ അന്വേഷിച്ച് ധ്യാനിച്ച് വായിച്ച്
അനുസരിച്ചാൽ ആ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് കഴിയും, വസിക്കുവാൻ കഴിയും. അടുത്ത വചനം, അങ്ങനെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. വായിക്കാം വേഗം. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചു. സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ കൽപ്പനകൾ അനുസരിക്കണം. നോക്കിക്കോ, എവിടെയെല്ലാം ദൈവ കൽപ്പനകളിൽ നിന്ന് നമ്മൾ മാറുന്നുവോ അവിടെയെല്ലാം നമ്മളുടെ സന്തോഷം നഷ്ടപ്പെടും. നോക്ക്, ചിലർ ചിന്തിക്കുന്ന ദൈവം ഇങ്ങനെ കുറെ കൽപ്പനകളും വെച്ച് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുക അല്ല. നമ്മളോടുള്ള സ്നേഹമാ ആ കൽപ്പനകൾ. അതിൽ ഏതെങ്കിലും ഒരെണ്ണം തെറ്റിച്ചാൽ നമ്മൾ വേദനിക്കും എന്ന് നമ്മളുടെ നല്ല പിതാവിന് അറിയാം. അതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞാൽ നമ്മളെ ശത്രു ആ അലറുന്ന സിംഹത്തെ പോലെ ചുറ്റി നടക്കുന്നു, നമ്മളെ വിഴുങ്ങുവാൻ നടക്കുന്നുവെന്ന് നമ്മളുടെ സ്നേഹമുള്ള പിതാവിന് അറിയാം. ആ കൽപ്പനകൾ അനുസരിക്കാതിരുന്നാൽ നമ്മളുടെ സന്തോഷം പോയി പോകും എന്ന് നമ്മളുടെ നല്ല പിതാവിന് അറിയാം. അതുകൊണ്ടാ പറയുന്നത്, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുമെങ്കിൽ നിങ്ങൾ എന്നിൽ വസിക്കും, എൻ്റെ സ്നേഹത്തിൽ വസിക്കും. സാക്ഷികളാകുവാൻ സ്നേഹത്തിൽ വസിക്കണം. അതിനുവേണ്ടി കൽപ്പനകൾ അനുസരിക്കണം. ഹല്ലേലൂയ. കൽപ്പനകൾ അനുസരിക്കുമ്പോഴാണ് നമ്മൾ കർത്താവിൽ വസിക്കുന്നത്. പ്രൈസ് ഗോഡ്. വേഗത്തിൽ 14 ഇവിടെ തന്നെ 14ന്റെ 21 മുതൽ വേഗം വായിക്കാം. 21 മുതൽ 24 വരെ. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. ഇസ്കരോവല്ലാത്ത യൂദ അവനോട്, കർത്താവെ, എന്ത് സംഭവിച്ചിട്ടാകുന്നു നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്രേ നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചു. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അടുത്ത വചനം കൂടെ. എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതത്രേ എന്നുത്തരം പറഞ്ഞു. സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പാലിക്കുന്നില്ല. വളരെ സിമ്പിൾ കാര്യമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ എന്ത് ചെയ്യുന്നറിയോ? ഉടനെ ബൈബിൾ എടുത്ത് വായന തുടങ്ങും. എന്തെല്ലാമാണ് കർത്താവിനോട് പറഞ്ഞിട്ടുള്ളത്, എന്തെല്ലാമാണ് ഞാൻ അനുസരിക്കേണ്ടത്, എവിടെയെല്ലാമാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാം ഞാൻ ചെയ്യണം, എന്തെല്ലാം ഞാൻ ചെയ്യാതിരിക്കണം, ഏതിൽ നിന്നെല്ലാം ഞാൻ വിട്ടുനിൽക്കണം, ഏതിൽ നിന്നെല്ലാം ഞാൻ പുറത്തു വരണം, ഏതിനെയെല്ലാം ഞാൻ മുറുകെ പിടിക്കണം, ഏതിനെയെല്ലാം ഞാൻ മാറ്റണം. ചിലതിനെ കർത്താവ് വെറുക്കുന്നു, എനിക്കും അതിനെ വെറുപ്പാ. ചിലതിനെ കർത്താവ് അബോമിനേഷൻ എന്ന് പറയുന്നത്, വെറുപ്പെന്ന പറയുന്നത്, ഞാനും അതിനെ വെറുക്കും. ഇതൊന്നും അറിയാതെ കർത്താവ് വെറുക്കുന്നതിനെ ഞാൻ ചിലര് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ വേദനിക്കുന്നത്. കർത്താവ് വെറുപ്പെന്ന് പറഞ്ഞതിനെ പറ്റി ഇങ്ങനെ വലിയ കാര്യമായിട്ട് പറയുക, കാരണം അറിയില്ല കൽപ്പന. കർത്താവ് വെറുപ്പെന്ന് പറയുന്നതിനെ വലുതാക്കി പറയുന്നു. അങ്ങനെയല്ല, കൽപ്പനകൾ വായിച്ച് അത് അനുസരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. യേശു പറയാം, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ അനുസരിക്കും. എന്നെ സ്നേഹിക്കാത്തവൻ വായിക്കാനോ വില കൊടുക്കാനോ അനുസരിക്കാനോ മെനക്കെടുകയില്ല. അത് മാത്രമല്ല, ഇവിടെ ഒരു കാര്യം കൂടെ കർത്താവ് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം അനുസരിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വസിക്കും. അപ്പോൾ വചനം അനുസരിക്കുമ്പോൾ പിതാവ്, യേശു, ഇവർ ഒരുമിച്ച് വന്ന് നമ്മളോട് കൂടെ വസിക്കും. 23-ാം വചനം 14ന്റെ. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം അനുസരിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ യേശുവും പിതാവും അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വസിക്കും. എനിക്കത് വായിച്ചപ്പോൾ ഉണ്ടായ സന്തോഷം ചില്ലറയൊന്നുമല്ല. വചനം വായിക്കുമ്പോൾ, വചനം അനുസരിക്കാൻ വില കൊടുക്കുമ്പോൾ, വചനം അനുസരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു പറഞ്ഞിരിക്കുക, പിതാവ് അവനെ സ്നേഹിക്കും. മാത്രമല്ല, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ യേശുവും പിതാവും അവനോട് കൂടെ വസിക്കും. വചനം അനുസരിക്കുന്നവനോട് കൂടെ പിതാവ് വസിക്കും, യേശു വസിക്കും. മാത്രമല്ല, നമുക്ക് വ്യക്തതയോടെ അറിയാം, റോമർ 5:5 പറയുന്നു, പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം നിങ്ങളുടെ ഉള്ളത്തിൽ പകർന്നിരിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അത്
പ്രത്യേകം പറയേണ്ട കാര്യമില്ല. പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ട്. അത് ഞാൻ വീണ്ടും വീണ്ടും പറയാത്തത്, അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം നിങ്ങളുടെ ഉള്ളത്തിൽ പകർന്നിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ഓൾറെഡി ഉണ്ട്. എന്നെ സന്തോഷിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ, വചനം വായിക്കുകയും വില കൊടുക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനോട് കൂടെ പിതാവും യേശുവും നമ്മളോട് കൂടെ വസിക്കുന്നു. ഹല്ലേലൂയ! പിതാവ് കൂടെ വസിക്കുന്നു, യേശു കൂടെ വസിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ വസിക്കുന്നു. എങ്ങനെയത് തിരിച്ചറിയുന്നത്? പിതാവ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ട്, പുത്രൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അവർ മൂന്നും ഒന്നാണെങ്കിലും പിതാവാണ് കാര്യങ്ങൾ വിഭാവന ചെയ്യുന്നത്. ഹല്ലേലൂയ! നിന്നെ കുറിച്ചുള്ള ദൈവ പദ്ധതികൾ വെളിപ്പെടുത്തുന്നത് പിതാവാ. ഓ, ഇത് അറിഞ്ഞപ്പോഴുള്ള ഒരു സന്തോഷം. ഓ, ചിലതെല്ലാം കർത്താവ് മുന്നേ കാണിച്ചു തരിക. നീ ഇതാണ് ചെയ്യേണ്ടത്, നീ ഇതിലൂടെയാണ് നടക്കേണ്ടത്, നിന്നെ കുറിച്ചുള്ള പദ്ധതികൾ ഇതാണ്. ഓ, നീ ഈ വർഷം ഇന്നത് ചെയ്യണം, നീ അടുത്ത വർഷം ഇന്നത് ചെയ്യണം. ഓ, നിന്നെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. അത് നാശത്തിനുള്ള പദ്ധതിയല്ല, അത് രക്ഷയ്ക്കും പ്രത്യാശയ്ക്കും ശുഭഭാവിക്കുമുള്ള പദ്ധതി. പദ്ധതി ഇടുന്നത് പിതാവാ. നിങ്ങൾ നോക്ക്, ചിലപ്പോഴെല്ലാം നിങ്ങളുടെ ഉള്ളത്തിൽ ചില പദ്ധതികൾ വെളിപ്പെടുത്തുന്നത് പിതാവാ. യേശു എന്താ ചെയ്യുന്നത്? പിതാവിന്റെ പദ്ധതി പൂർത്തീകരിക്കുന്നത് യേശുവാ. അതിന്റെ മാതൃക കാണിച്ചു തരുന്നത് കർത്താവാ. യേശു നമ്മുടെ ഉള്ളത്തിൽ വസിക്കുമ്പോൾ പറയും, നീ ഞാൻ ചെയ്തത് നോക്ക്. ഓ, ഈ പദ്ധതി പിതാവ് നിനക്ക് തന്നുവല്ലേ, അത് നീ പൂർത്തീകരിക്കുന്നത് ഞാൻ എങ്ങനെ ചെയ്തു എന്ന് നീ നോക്ക്. ഓ യെസ്, അതുകൊണ്ട് നിനക്കൊരു മാതൃക കർത്താവ് നിന്റെ ഉള്ളത്തിൽ വസിച്ച് കാണിച്ചു തരും. ഓ, എന്നാൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്, പരിശുദ്ധാത്മാവ് ഈ പദ്ധതികൾ പൂർത്തീകരിക്കുവാനുള്ള ശക്തിയെ പകരും. ഹല്ലേലൂയ! പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ ശക്തിയെ പകർന്ന് ദൈവം തന്ന പദ്ധതികൾ, ഓ യേശു കാണിച്ചു തന്ന മാതൃക നമ്മളിലൂടെ പൂർത്തീകരിക്കുവാൻ, ലോകത്തിൽ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ, നിന്നെ കുറിച്ചുള്ള ദൈവ പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ ശക്തിയോടെ അവൻ നിന്നിൽ ഇടപെടും. ഹല്ലേലൂയ! വചനം അനുസരിക്കുന്നവന്റെ, കൽപ്പന പാലിക്കുന്നവന്റെ ഉള്ളത്തിൽ പിതാവ് വസിക്കുന്നു, യേശു വസിക്കുന്നു, പരിശുദ്ധാത്മാവ് വസിക്കുന്നു. അവനെ അത്ഭുതമായി മാറ്റുന്നു, ദൈവ പദ്ധതികളിൽ അവനെ നടത്തുന്നു, യേശുവിനെ പോലെ അവനെ മാറ്റുന്നു. ദൈവത്തിന്റെ സ്നേഹം അവനിൽ വസിക്കുന്നു, അവൻ യേശുവിന്റെ സാക്ഷിയാകും. ഒരുമിച്ച് വസിക്കുക ദൈവം. ഓ, പിതാവ് കൂടെ വസിക്കുന്ന, യേശു കൂടെ വസിക്കുന്നവർ, പരിശുദ്ധാത്മാവ് കൂടെ വസിക്കുന്നവർ, സ്വർഗം വിട്ട് നമ്മളെ നേടുവാനായി ഇറങ്ങി വന്ന ഒരു ദൈവം. ഓ, യാഗമായി രക്തം വാർത്ത് നമ്മളെ വീണ്ടെടുത്തവൻ, നമുക്കായി സ്ഥലം ഒരുക്കിയവൻ, നമുക്കായി സൗജന്യമായി രക്ഷ തന്നവൻ. ഇത്ര വലിയ രക്ഷയെ എങ്ങനെ നമ്മൾ അവഗണിക്കും? ഇത്ര വലിയ സ്നേഹത്തെ എങ്ങനെ നമ്മൾ കണ്ടില്ലെന്ന് വെക്കും? അവൻ നമ്മളോട് കൂടെ വസിക്കുന്നവനാ. ഈ സ്നേഹം വിട്ടുപോകല്ലേ. ഈ സ്നേഹത്തിൽ തന്നെ നിങ്ങൾ നിൽക്കുക. ഈ സ്നേഹം എന്നാൽ കൽപ്പനകൾ അനുസരിക്കുന്നതാ സ്നേഹം. അതരം കൊണ്ട് പറയുന്നത് മാത്രമല്ല. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത്, കർത്താവേ കർത്താവേ എന്ന് അതരം കൊണ്ട് പറയുന്നവനല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനത്രേ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. നിറവേറ്റ്, കൽപ്പനകൾ പാലിക്ക്, അതനുസരിക്ക്. അപ്പോൾ പിതാവ് നിന്റെ ഉള്ളത്തിൽ വസിക്കും, യേശു നിന്റെ ഉള്ളത്തിൽ വസിക്കും, പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളത്തിൽ വസിക്കും. ഹല്ലേലൂയ!